പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരണത്തിനുള്ള വിധിവാചകം ഉച്ചരിക്കാൻ നിൽക്കേണ്ട ന്യായാധിപൻ തന്നെ അയാളുടെ ധീരമായ വിശ്വാസം കണ്ടിട്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് വിളിച്ചു പറയണമെങ്കിൽ എത്രമാത്രം ശക്തമായിരിക്കണം യാക്കോബ് ശ്ലീഹയുടെ വിശ്വാസമെന്ന് ആലോചിച്ച് നോക്കണം. എത്രമാത്രം ആഴത്തിലുള്ളതായിരിക്കണമെന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. 3 പേരെ ഇങ്ങനെ കർത്താവ് ഒപ്പം കൂട്ടിക്കൊണ്ട് നടന്നിരുന്നു. എപ്പോഴും ആ ഒരു പ്രിവിലേജ് അവർ പിന്നീടുള്ള ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ വധം യഹൂദരെ പ്രീണിപ്പിച്ചുവെന്ന് കണ്ട് അവൻ മറ്റു ശിഷ്യന്മാരെയും പിടിക്കാൻ ഉദ്യമിച്ചു എന്ന് ഹെറോദസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്രമാത്രം ഇൻഫ്ലുവൻഷ്യലായിരുന്നു ഈ പറഞ്ഞ 3 പേര്. ആദ്യമായിട്ട് രക്തസാക്ഷിത്വമകുടം ചൂടുന്നത് വിശുദ്ധ യാക്കോബ് ശ്ലീഹയാണ്. ആളെ ഈശോ വിളിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും ഒക്കെ കാണുന്നുണ്ട്. 2 തവണ 2 അക്കൗണ്ടിലും കർത്താവ് അവരെ വിളിക്കുന്നത് കാണുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, തൽക്ഷണം. ഒരെണ്ണത്തിൽ അവർ പറയണത്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് തൽക്ഷണം അവരെല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് തൽക്ഷണം അവർ വഞ്ചിയും വലയും പിതാവിനെയും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ഈശോ വിളിക്കുന്നു, ഉടനെ ഒരു സെക്കൻഡ് തോട്ട് പോലും ഇല്ലാതെ ഇറങ്ങിപ്പോകാനും മാത്രം ക്രിസ്തുവിൽ ആകൃഷ്ടരായ മനുഷ്യരെ കർത്താവ് പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലെല്ലാം കൂടെ കൂട്ടുന്നു എന്നുള്ളതാണ്. അത് വലിയ ഭാഗ്യമല്ലേ ശരിക്കും. അങ്ങനെ കർത്താവിൻ്റെ പീഡാനുഭവം, കർത്താവിൻ്റെ മഹത്വീകരണം, കർത്താവിൻ്റെ മരണത്തിൽ നിന്ന് മനുഷ്യരെ എഴുന്നേൽപ്പിക്കുന്നത് അടക്കമുള്ള അത്ഭുതങ്ങൾ എല്ലാം തൊട്ടടുത്ത് നിന്ന് കണ്ട ഒരാൾക്ക് പിന്നീട് ഇങ്ങനെ ആഴത്തിൽ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. എങ്ങനെയാണ് ആളുടെ ജീവിതം പിന്നീട് താഴേക്ക് പോകുന്നത്? മരിക്കാനായിട്ട് കൊല്ലാനായിട്ട് കൊണ്ട് നിർത്തിയേക്കാണ്. ഇനി വിധിയാണ്. ആ വിധി പറയേണ്ട ന്യായാധിപൻ ആളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ, ആളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവദൂതനെ കണക്കി അയാളുടെ മുഖം പ്രകാശിക്കുന്നു. കണ്ണുകളിൽ നിന്ന് തീക്ഷ്ണമായിട്ടുള്ള പ്രകാശം, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതിയായ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള വാക്കുകൾ. സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കണേ, ക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പിന്നീട് ന്യായാധിപന് ഒരു നിമിഷം വൈകുന്നില്ല. 2 പേരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നുണ്ട്. 2 പേരും ഇങ്ങനെ വധശിക്ഷയ്ക്ക് പോകുന്ന നേരത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് മാമോദീസ ഇല്ലാതെ, ന്യായാധിപൻ ചോദിക്കുന്നുണ്ട് മാമോദീസ കൂടാതെ എനിക്ക് ക്രിസ്ത്യാനിയാവാൻ പറ്റുമോ? രക്തസാക്ഷിത്വം മാമോദീസയ്ക്ക് തുല്യമാണെന്നറിയാവുന്ന വിശുദ്ധൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. 2 പേരുടെയും ശിരസ്സുകൾ ഒരേ സമയം ഛേദിക്കപ്പെടുന്ന കാഴ്ച ആലോചിച്ച് നോക്കിയേ. മരിക്കുമ്പോൾ പോലും ഒരാളെ കർത്താവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ന്യായാധിപൻ പോലും അങ്ങനെ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കൂടിയിരുന്ന എത്ര പേരുടെ ഉള്ളിൽ ക്രിസ്തു എന്നുള്ള വെളിച്ചം ഇങ്ങനെ കൊടുത്തിട്ടായിരിക്കും, ഈശോയുടെ അഗ്നി കൊടുത്തിട്ടായിരിക്കും, ഈ ഒരു സ്പാർക്ക് കൊടുത്തിട്ടായിരിക്കും വിശുദ്ധൻ മരണത്തിലേക്ക് പോയത്. ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും ഭീഷണിയായിരുന്നു യഹൂദന്മാർക്ക്, റോമാക്കാർക്ക്, എതിരാളികൾക്ക്. ഇവനെ കൊന്നേ പറ്റുള്ളൂ എന്ന് അവർ ആലോചിക്കാനും മാത്രം തീക്ഷ്ണമായിട്ടുള്ള വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. കാരണം കർത്താവിനെ കണ്ട അതേ കാര്യങ്ങൾ, അതേ അനുഭവങ്ങൾ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പറ്റണില്ല, ഈ പീഡനങ്ങളിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടതാന്നേ എന്ന് പറയുന്ന ഒരാൾ. ആ കർത്താവ് നിങ്ങൾ നോക്കിക്കോളും, നിങ്ങൾക്ക് ശക്തി തരും, അവൻ ദൈവമാണ്, ആ ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പീഡനങ്ങൾ സഹിക്കണമെന്ന് കുഞ്ഞുങ്ങളോടടക്കം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പീഡനങ്ങളുടെ നടുവിൽ നിന്ന് അവരിങ്ങനെ ഉയർന്നെഴുന്നേറ്റ് വരുന്നൊരു കാഴ്ചയുണ്ട്. അങ്ങനെ മനുഷ്യരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരെ പേടിക്കണമെന്ന് എതിരാളികൾക്കറിയാം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, മറുവശത്ത് അങ്ങനെ ഒരാൾ മുന്നിൽ നിന്ന് നയിക്കാനുണ്ടെങ്കിൽ പിന്നിലുള്ള എല്ലാവരും ഇങ്ങനെ ബലത്തോടു കൂടി ജീവിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആദ്യം അരിഞ്ഞു തള്ളേണ്ടത് അയാളുടെ തലയാണ്. അത് തന്നെയാണ് അവർ ചെയ്തത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ എന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ഈ ഒരൊറ്റ മരണത്തിലൂടെ എതിരാളികളിൽ പലരെ തന്നെയും അദ്ദേഹം ഇങ്ങനെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കാഴ്ചയുണ്ട്. ധീരമായ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ അടയാളവും മുദ്രയുമായി ക്രൈസ്തവ ചരിത്രത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങിലുള്ള ആഴമായിട്ടുള്ള ഒരു ശരണപ്പെടൽ ഞങ്ങൾക്ക് തരണമേ.
ഇതുപോലേക്കൊന്ന് ജീവിക്കാൻ, അങ്ങയെ ഒന്ന് കണ്ടുമുട്ടാനായിട്ടുള്ള കൃപ തരണമേ. അങ്ങയെ ഒന്ന് അങ്ങയുടെ ഒരു ദർശനം ഞങ്ങൾക്ക് തരണമേ. ഈശോയുടെ കൂടെ നടന്ന ഈ വിശുദ്ധനെ കണക്ക് കർത്താവിൻ്റെ ഒപ്പം നടന്ന് അവനെ അനുഭവിച്ച് ഈ ലോകത്തിന് മുൻപിൽ ഇങ്ങനെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും അവനെ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഒരു കാരണവശാലും കർത്താവിൽ നിന്നും ഇങ്ങനെ മാറി നിൽക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരാൾ. ഒന്നാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് പറയില്ലേ, അതാ കാര്യം. അത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ. ആദ്യ രക്തസാക്ഷി, അപ്പസ്തോലന്മാരിലെ ആദ്യമായിട്ട് ക്രിസ്തുവിന് വേണ്ടി രക്തം ചൊരിഞ്ഞ ഒരാൾ. അമ്മ വന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മക്കളിൽ ഒരാൾ നിൻ്റെ ഇടത് ഭാഗത്തും മറ്റേയാൾ വലത് ഭാഗത്തും ഇരിക്കാനായിട്ടുള്ള കൃപ തരണം. കർത്താവ് പറയും, അത് പിതാവ് തീരുമാനിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആലോചിച്ച് നോക്കണം, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എന്നോടൊപ്പം വിരുന്നിനിരിക്കുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറുമ്പോൾ ആലോചിച്ച് നോക്കണം, ആദ്യം ചെല്ലണത് സ്വർഗരാജ്യത്തിലെ രക്തസാക്ഷിത്വം വഴിയായിട്ട് ഇങ്ങനെ ശിഷ്യന്മാരിൽ നിന്ന് ആദ്യം ചെല്ലുന്ന ഒരാൾ യാക്കോബ് സ്ലീഹയാണ്. യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ആദ്യം വരുന്നയാൾ ഈ ആതിഥേയൻ്റെ ഇടത് ഭാഗത്തിരിക്കും. അവസാനം യോഹന്നാൻ സ്ലീഹ മരിക്കുന്നത് ആളിങ്ങനെ ഓരോരുത്തരായി വന്നിരുന്ന് കർത്താവിൻ്റെ വലത് ഭാഗത്തിരുന്നിട്ടുണ്ടാവും. ഉറപ്പാണെന്നേ, കർത്താവിൻ്റെ ഇങ്ങനെ ഇടതും വലതും എങ്ങനെയാണെങ്കിലും കർത്താവിങ്ങനെ അവരപ്പുറത്തിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് വെറുതെ ആവുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥനയും വെറുതെ ആവുന്നില്ല, അമ്മയുടെ പ്രാർത്ഥന വെറുതെ ആവുന്നില്ല. അത്രയ്ക്കും കർത്താവിനോട് കൂടെ സഹിക്കാൻ ഞങ്ങൾ മനസ്സാണെന്ന് ഏറ്റുപറഞ്ഞ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നുള്ള അവരുടെ പേര് ശരിക്കും ജീവിച്ച് കാണിച്ചു തന്ന കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ? വി ആർ റെഡി, ഞങ്ങൾ റെഡിയാ. കർത്താവെ, അങ്ങയോട് ഇത്രമാത്രം ചേർന്നിരിക്കാൻ, അങ്ങയെ ഇത്രമാത്രം സ്നേഹിക്കാൻ, അങ്ങയിൽ ഇത്രമാത്രം അടിയുറച്ചു നിൽക്കാൻ ഞങ്ങൾക്കും കൃപ തരണമേ എന്ന് വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ ശക്തമായ മധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധൻ വഴി ഞങ്ങളെ ആശീർവദിക്കണമേ തമ്പുരാനെ എന്ന് അപേക്ഷിച്ച് മുട്ടിന്മേൽ നിൽക്കാം. അനുഗ്രഹം സ്വീകരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ തിരുനാളിൽ ഈ ഒരു രാത്രി ഞങ്ങളെ ബലപ്പെടുത്തുന്ന രാത്രിയായി മാറട്ടെ, വിശ്വാസത്തിൽ ആഴപ്പെടുന്ന രാത്രിയായി മാറട്ടെ. അതിനായി അങ്ങയുടെ തിരുമുഖം ദർശിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.